എന്തുകൊണ്ട് ആദ്യത്തെ 60 മിനിറ്റ്? രാവിലെ നമ്മൾ ഉന്മേഷത്തോടെ ലക്ഷ്യബോധത്തോടെ തുടങ്ങിയാൽ ആ ദിവസം മുഴുവൻ അതേ പോസിറ്റീവ് എനർജി നിലനിർത്താൻ സാധിക്കും. മറിച്ച് ഫോൺ നോക്കിയോ മടി പിടിച്ചോ ആണ് തുടങ്ങുന്നതെങ്കിൽ ആ ദിവസം മുഴുവൻ നമ്മുടെ നിയന്ത്രണത്തിലല്ലാതാവും. ഉറക്കമുണർന്ന ഉടൻ നമ്മുടെ മസ്തിഷ്കം വളരെ ശാന്തമായിരിക്കും. ഈ സമയം ലക്ഷ്യങ്ങളെപ്പറ്റി ചിന്തിച്ചാൽ അത് നമ്മുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിയാൻ സഹായിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ സംരംഭകർ ചിന്തകരും തങ്ങളുടെ ആദ്യ മണിക്കൂർ സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടി മാറ്റിവെച്ചവരാണ്. ആദ്യത്തെ 60 മിനിറ്റിൽ എന്ത് ചെയ്യാം? എണീറ്റ ഉടനെ വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. ആദ്യത്തെ 60 മിനിറ്റിൽ നമുക്ക് റോബിൻ ശർമ്മയുടെ 20-20-20 നിയമം പാലിക്കാം. അതായത് ആദ്യത്തെ 20 മിനിറ്റ് വ്യായാമം, ശരീരം ചലിപ്പിക്കുക, യോഗയോ എക്സസൈസോ എന്തുമാവാം. അടുത്ത 20 മിനിറ്റ് ചിന്താ ധ്യാനം, ലക്ഷ്യങ്ങളെക്കുറിച്ച് എഴുതുക, ഡയറി എഴുതുക എന്നിവയൊക്കെ ചെയ്യാം. അടുത്ത 20 മിനിറ്റ് പഠനം, അറിവ് വർദ്ധിപ്പിക്കുന്നതിന് ഈ സമയം ഉപയോഗപ്പെടുത്താം. ആദ്യ 60 മിനിറ്റിൽ എന്തൊക്കെ ഒഴിവാക്കാം? പ്രധാനമായിട്ടും ഫോണ്, സോഷ്യൽ മീഡിയ, നെഗറ്റീവ് വാർത്തകൾ എന്നിവയൊക്കെ ഒഴിവാക്കും. നിങ്ങളുടെ ദിവസത്തെ കൺട്രോൾ ചെയ്യാൻ തയ്യാറാവുന്നില്ലെങ്കിൽ ആ ദിവസം നിങ്ങളെ കൺട്രോൾ ചെയ്യും. ആദ്യ 1 മണിക്കൂർ നിങ്ങൾക്കായി മാറ്റിവെക്കുക. അത് നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള ദൂരം കുറയ്ക്കും.